ഗീതയുടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കാനാണ് വന്നത്. മാപ്പോ? എന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കും. അതിന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്നറിയാമോ? ക്ഷമിക്കണം, അമ്മ ഒരു പ്രത്യേക സ്വഭാവകാരിയാണ്. എല്ലാവർക്കും ഉണ്ട് മനുഷ്യ പ്രത്യേക സ്വഭാവങ്ങൾ. എനിക്കുമുണ്ട്. എന്നിട്ട് ഞാൻ ക്ഷമിച്ചത്. ദയവേത് അതൊക്കെ മറക്കണം. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നില്ല ഭംഗി. സ്വന്തം കാര്യത്തിൽ ഈ വേദാന്തം മറന്നുപോകും. അതുപോട്ടെ, മാപ്പറയാനല്ലേ വന്നത്. പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോവാ. എനിക്ക് ട്യൂഷനുള്ള നോട്ട് തയ്യാറാക്കണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്നാണ് കരുതിയിരുന്നത്. ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഗീത പറഞ്ഞിരിക്കും. എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഗീതയെ എനിക്ക് വിവാഹം ചെയ്തു തരണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. വിവാഹവും? എന്റെ ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ മോളെ, അച്ഛൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പേരടിശി എന്ന് വിളിച്ച സ്ത്രീ അവിടെയുള്ളത്. ഞാൻ അങ്ങനെയല്ലെന്ന് അറിയാവുന്ന ഒരു പുരുഷൻ കൂടി അവിടെ ഇല്ല അച്ഛാ. എന്റെ ബാലേട്ടൻ. മോളെ, അവരൊക്കെ വലിയവരാ, നമ്മൾ പാവങ്ങളാ. അതിന്റെ ബുദ്ധിമുട്ട് ഗീത അനുഭവിക്കേണ്ടി വരില്ല. അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ സാരമില്ല അച്ഛാ. സഹിക്കാൻ എനിക്കറിയാം. മരിച്ചുപോയ അമ്മയെ ഓർത്തെങ്കിലും അച്ഛനെതിരെ പറയരുത്. ഇനി എനിക്കൊന്നും പറയാനില്ല മോളെ, ഒന്നും പറയാനില്ല. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും. എന്നിട്ട് വിവാഹത്തെ നിശ്ചയിച്ചാൽ മതി. ഞാൻ പറ്റേ സാർ. പറ്റേ ഒന്നുകൂടെ ആലോചിക്കുമോളെ. ഈ ബന്ധം കൂടിയേ തീരുന്നുണ്ടോ? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അച്ഛൻ. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൽക്കവിടെ. മാപ്പ് പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് തന്നോ മാപ്പ്? തന്നു. മാപ്പും വാക്കും തന്നു. വാക്കോ? അതെ, മകളെ വിവാഹം ചെയ്തു തരാമെന്ന് വാക്ക് തന്നു. പ്ലീസ്. അമ്മയ്ക്ക് പ്രഷറിന് അസുഖമുള്ളതാണ്. കൂടുതൽ സ്ട്രെയിൻ എടുത്താൽ ബുദ്ധിമുട്ട് എനിക്കാണ്. ആശുപത്രി ഇരിക്കാൻ ഞാൻ വേണം. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ സമ്മതമില്ലാതെ നിനക്കിഷ്ടമുള്ള ആർക്കെ നീ വിവാഹം ചെയ്യുമല്ലേ? ആ ചോദ്യം ഒന്ന് തിരിച്ചിട്ടൂടെ അമ്മേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ കാര്യം തീർന്നില്ലേ? നീ വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് വാക്കും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അവിടല്ലേ കുഴഞ്ഞു പോയത്? അമ്മ ഈ വാക്ക് മാറ്റി പറയണ്ടേ? ഞാൻ വാക്ക് മാറ്റാനോ? നിന്നെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോ ആകെ കുഴയല്ലേ അമ്മേ? അല്ല, അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതാണാവോ പെണ്ണ്? ഉണ്ണേട്ടന്റെ സഹോദരി രാധിക. വെരി ഗുഡ്. നല്ല പെണ്ണ്. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വത്തുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്. ഇനി എന്ത് വേണം? സ്നേഹം വേണം. അതില്ലമ്മേ. സ്നേഹിക്കുന്ന ഞാനും ഗീതയും തമ്മിലാണ്. ഗീത? അവളുടെ പേരവിടെ വേണ്ടി പോരുത്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരും. ചേച്ചിക്ക് എന്ത് വേണം? നിനക്ക് അമ്മയുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുത്തൂടെ? നമ്മുടെ അമ്മയല്ലേ. അമ്മയുടെ മുന്നിൽ തോൽക്കുന്ന മക്കൾക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ. ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോ എവിടെ പോയി? അന്ന് അലയനും ചേച്ചി സ്നേഹപരവശരായി നടന്നിരുന്ന കാലത്തും അമ്മ എതിരല്ലായിരുന്നോ? അന്നെന്താ ചേച്ചി വിട്ടു കൊടുക്കായിരുന്നേ? അവരുടെ ഇതുപോലെ ആയിരുന്നോടാ? ഇത് വെറും ഒരു പറട്ടവാദിയുടെ മകൾ. ഒരു വെടക്ക ചേച്ചിയുടെ മകൻ എന്ന് അവര് പറഞ്ഞാലോ? എന്താ പറഞ്ഞൂടെ? പറഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും. അത് പഴയ അധികാരത്തിന്റെ ഗർവാണ്. ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ പ്രസവിച്ച അമ്മയോടാ. ചേച്ചി, പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. അകവും പുറവും നിറയെ അലിവും സ്നേഹവും വേണം. അതാണ് അമ്മ. എനിക്കൊന്നും ഇല്ലടാ. അവ പറഞ്ഞത് പോയത് കേട്ടില്ലേ മോളെ? ഇതിനെല്ലാം കാരണക്കാരി നിങ്ങൾ ഒരുത്തിയാണ്. സഹോദരന്റെ മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് എന്റെ മകളെ വശീകരിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണല്ലേ? അത്രയും ഞാൻ പറയുന്നില്ല. അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം. പറഞ്ഞതാണോ അനാവശ്യം? നിങ്ങൾ ചെയ്തതോ? എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കി എടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാ കൊള്ളാമെന്ന് മോഹമുണ്ടല്ലേ? എടി പെണ്ണെ,
നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഇതിനകത്ത് കഴിയുമ്പോൾ ഉള്ള മനസ്സുകൊണ്ടല്ലോ അത് നിന്റെ ബംഗ്ലാവിൽ കാണില്ല. എന്റെ പട്ടി വരും അങ്ങോട്ട്. നോക്ക്, കാലില്ലെങ്കിലും വായിലൊന്ന് വീഴുന്ന കേട്ടില്ലേ? എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ, നാവ് മുറിഞ്ഞിട്ടില്ല. ആ നാവോട് ഞാൻ മുറിച്ചെടുക്കും, സൂക്ഷിച്ചോ. വരുമോളെ. അവർക്ക് എന്താ നിന്നെ? ഭ്രാന്ത് അല്ലാതെന്താ? ഈ കണക്കിന് ഈ സ്ത്രീ നിരപരാധികളായ എത്ര പേരെ തൂക്കി കൊന്നു കാണും. ഞാൻ ഉടനെ പുറപ്പെടണമെന്ന് സുലോചന ഫോൺ ചെയ്തപ്പോഴേ വിചാരിച്ചതാ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുമെന്ന്. ഇനിയിപ്പോ എന്താ ഇതിന്റെ പരിഹാരം? സുലോചനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, അമ്മയെ വേദനിപ്പിക്കരുത്. മകനെയും വേദനിപ്പിക്കരുത്. വേദനയ്ക്ക് അമ്മയും മകനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? അളിയനോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്നേഹത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ ഉദ്ദേശം? മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ മരിക്കണം. അതേതായാലും വേണ്ട. ഞാന് അമ്മയോടൊന്ന് സംസാരിക്കാം. പ്രയോജനമില്ലല്ലയാ. അമ്മ എന്ന സ്നേഹത്തിനെതിരായിരുന്നു. സംശയമുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ബാല. തെറ്റ് അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും തെറ്റ് തന്നെ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടൊരു ജീവിതം സ്വന്തം മക്കൾക്ക് പോലും കിട്ടുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെയും അളിയൻ അവിടെ ഇട്ട് കഴിയേണ്ടി വരുന്നത്. ഞാനവിടെ കഴിയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് ഇവിടെ ആയതുകൊണ്ടാ. അവിടെയുള്ള കോളേജിലേക്ക് സ്ഥലം മാറ്റം വാങ്ങണമെന്ന് അളിയൻ പറഞ്ഞല്ലോ. അമ്മ സമ്മതിക്കാഞ്ഞിട്ടില്ലേ? സത്യല്ലേ അളിയ? എന്റെ പൊന്നളിയ, ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ വല്ല വിഷുവിനും സംക്രാന്തിക്കും ഒക്കെയാ. ആ സമയത്ത് എന്നെ കൊണ്ടുള്ള സത്യമെല്ലാം പറയിപ്പിച്ച് ഞങ്ങളെ കഴിഞ്ഞ് പാറ്റായിട്ടിട്ട് അളിയ എന്തോ കിട്ടാനാ? നിങ്ങൾ സ്നേഹിച്ചു, അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല. വിവാഹം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കായിരുന്നു. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ വാശി പിടിച്ചത്. അളിയനും വീട്ടുകാരെ സമ്മതിച്ചുകൂടായിരുന്നു. പോട്ടളിയ, ആ സമയത്ത് സമ്മതിച്ചില്ലാതെ ഞങ്ങളുടെ വിവാഹം നടക്കുമായിരുന്നോ? അതൊക്കെ ശരിയായിരിക്കും. എന്നാലും വെറും സാധാരണ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അമ്മ ജഡ്ജിയായിരുന്നിട്ട് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയാണ്. ജഡ്ജിയല്ല, തൂപ്പുകാരിയായാലും ചില കാര്യങ്ങളിൽ പെണ്ണ് പെണ്ണ് തന്നെ. ഏതായാലും ഞാൻ അമ്മയോട് സംസാരിച്ച് നോക്കട്ടെ. ഉണ്ണി, നിനക്കെന്താ സംസാരിക്കാനുള്ളത്? ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. ഇക്കാര്യത്തിലുള്ള എന്റെ അവസാനത്തെ തീരുമാനം മാത്രം പറഞ്ഞേക്കാം. ഞാൻ വാക്കുകൊടുത്ത പെണ്ണിനെ ഇവൻ വിവാഹം ചെയ്യണം. രാധികയെ. ഇല്ലെങ്കിലോ? നീ ഈ വീട്ടിൽ താമസിക്കില്ല. എന്റെ സ്വത്തിൽ ഒറ്റ പൈസയ്ക്ക് പോലും നിനക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. അത്രേ ഉള്ള അമ്മേ, ഇത് ആപത്താണ്. ബാലു ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് മീനാക്ഷിയുടെ വീട്ടിൽ താമസമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് നടക്കരാ. അത്രയ്ക്ക് കടുപ്പം അവനില്ല ഉണ്ണി. ആ പെണ്ണ് തൽക്കാലത്തേക്ക് ഒന്ന് അവനെ വഷളാക്കിയെന്നേ ഉള്ളൂ. അത് ഞാൻ തിരുത്തിയെടുക്കും. ബാലൻ എവിടെ പോകുന്നു? അളിയോടാ ചോദിച്ചു എവിടെ പോകുന്നത്. വിവാഹം കഴിയുന്നവരെ ഗീതയുടെ വീട്ടിൽ താമസിക്കും. അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറും. അമ്മേ, ബാലിനെ വിളിക്കമ്മേ. വിളിക്കമ്മേ. ബാല, ബാല, ബാല. നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? ക്ഷമിക്കണം അമ്മേ, എനിക്ക് ഗീതയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അമ്മേ, ബാലിന്റെ ഇഷ്ടം നടക്കട്ടെ അമ്മേ. സമ്മതമാണെന്ന് പറയൂ. ഞാനാ പറയുന്നത്. പ്ലീസ്. ശരി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പറഞ്ഞതെല്ലാം ക്ഷമിക്കണം. അമ്മയില്ലാതെ വളർന്നതായവള്. എന്നിട്ടും ദുഃഖം എന്താണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. മോളെ, കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ട് എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ?
നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കായിരുന്നു. അയ്യോ അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇക്കയാണോ? നീ വന്നേ. Sorry. നീ വിഷമിക്കാതെ ഞാൻ ചെന്ന് പാലിനെ വിളിച്ചോണ്ട് വരാം. എന്താമ്മേ? നിന്റെ മോള് തേടിറക്കി. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വാ. കണ്ടോടാ അവന് കരയുന്നത് കണ്ടോ? പാടുണ്ടല്ലോ. ആര് വിളിക്കുന്ന പറഞ്ഞേ? മുറിയിൽ അവിടെ നട ഞണ്ട് തേള്. എന്താ വേണ്ടേ? ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. മോളെ എന്ത് വെക്കും മോളെ? അവളെ എടുത്ത് കട്ടിൽ കെടുത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. കരയല്ലേ? മരുന്ന്. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവളിവിടെ കിടക്കട്ടെ. നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ ആ കഥ അടിച്ചേക്കണേ.